Join the legacy of excellence at Little Flower Engineering Institute, Kalamassery, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamassery. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതിലാണ് UDFന്റെ തിളക്കമാർന്ന മുന്നേറ്റം വിലയിരുത്തപ്പെടുന്നത്. 2011 ഒരു തിളക്കമാർന്ന വിജയം UDFന് നേടാൻ സാധിച്ചില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിരുന്നു. അന്ന് സഖ്യകക്ഷികളുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അവർ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി. സഖ്യകക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത് സീറ്റുകൾ കൂടുതൽ ലഭിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ഒരു സർവ്വസാധാരണമായ കാര്യമാണ്. എന്നാൽ UDFനകത്ത് കെട്ടുറപ്പോടെ മുന്നോട്ടു പോയില്ല എങ്കിൽ അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. തുടർച്ചയായി 2 തവണ അധികാരത്തിന്റെ പുറത്തിരുന്ന സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി അധികാരം കിട്ടാതിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF നേതൃത്വം ഒറ്റക്കെട്ടായി നീങ്ങണമെന്നുള്ള കാര്യത്തിൽ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് വ്യക്തത വരുത്തുന്നത്. അടൂർ പ്രകാശ്, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിങ്ങനെ നിരവധി നേതാക്കൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നം ചെറുതൊന്നുമല്ല. KPCCയിൽ പുതുതായി പുനഃസംഘടന ഉണ്ടായപ്പോൾ അതിനകത്ത് വന്ന അധ്യക്ഷനായാലും UDF കൺവീനറായാലും പ്രസിഡന്റുമാരായാലും അവരെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളാണ്. ഷാഫി പറമ്പിൽ 3 തവണ പാലക്കാടും 1 തവണ വടകരയിലും ജയിച്ചു നിൽക്കുകയാണ്. വണ്ടൂരിൽ 2001 മുതൽ തുടർച്ചയായി വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് AP അനിൽകുമാർ. നിലവിൽ 63 സീറ്റുകൾ വരെ UDFൽ കോൺഗ്രസിന് കിട്ടുമെന്നുള്ള കണക്കുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ ഇന്ത്യ ടുഡേ സർവേ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന സർവേയിൽ കോൺഗ്രസിന് 40-നും 50-നും ഇടയിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. സഖ്യകക്ഷികളെല്ലാം കൂടിച്ചേർന്നാൽ ഏതാണ്ട് 75-ന് മുകളിൽ പോകുമെന്നതാണ് സർവേ പറയുന്നത്. അതായത് കോൺഗ്രസിന് 50 സീറ്റുകൾ ലഭിച്ചാൽ അത് വലിയ നേട്ടമാകും. നിലവിലെ സ്ഥിതിയിൽ ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമായാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗിന്റെ സീറ്റുകളും കേരള കോൺഗ്രസ് ജോസഫിന്റെയും മറ്റ് സഖ്യകക്ഷികളായ RSPയും അനൂപ് ജേക്കബും അതുപോലുള്ള മറ്റ് ഘടകകക്ഷികളൊക്കെ വിജയിക്കുകയും വേണം. ചില അടിയൊഴുക്കുകൾ കൂടി നടന്നാൽ UDFന്റെ സീറ്റ് നില കുറച്ചുകൂടി മെച്ചമാകും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് 50 സീറ്റുകൾ വരെ കിട്ടിയാൽ UDFന് വമ്പിച്ച വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ തിരിച്ചുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത്.